നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായിട്ടുള്ള മിഖായൽ സ്റ്റെഹ്റെ ഒരു പോഡ്കാസ്റ്റ് അറ്റൻഡ് ചെയ്ത കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ആ പോഡ്കാസ്റ്റ് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന്റെ വരാൻ പോകുന്ന സീസണിലെ കുറച്ച് പദ്ധതികളെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതാണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോളിസ് കിംഗ്സുമായിട്ട് താൻ 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മീറ്റിംഗിന് പങ്കെടുക്കുന്നുണ്ട്. ആ മീറ്റിംഗിനിടയിൽ വെച്ചിട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ഭാവികാല പ്ലേയേഴ്സിന്റെ സൈനിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം പ്ലേയേഴ്സ് ഏതൊക്കെ തരത്തിലുള്ളതായിരിക്കണം, പ്ലേയേഴ്സിന്റെ ക്വാളിറ്റി എന്തൊക്കെയായിരിക്കണം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കരോളിസുമായിട്ട് തീരുമാനിച്ച് 2 ദിവസത്തിനുള്ളിൽ തന്നെ ഒരു തീരുമാനം എടുക്കും എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ മറ്റൊരു കാര്യം കൂടി ഈ ഒരു പോഡ്കാസ്റ്റിനിടെ ആൾ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ അയാളോടൊപ്പം ഒരു മെജോറിറ്റി ഓഫ് കോച്ചിങ് സ്റ്റാഫും കൂടി ഉണ്ടായിരിക്കും. അതായത് നിലവിൽ ഇവാന്റെ കോച്ചിങ് സ്റ്റാഫിനെ മുഴുവനും നീക്കം ചെയ്യും എന്ന് തന്നെയാണ്. മെജോറിറ്റി ഓഫ് കോച്ചിങ് സ്റ്റാഫിനെയും അദ്ദേഹം തന്നെ ക്യാരി ചെയ്തുകൊണ്ട് വരുമെന്നാണ് പറയുന്നത്. അപ്പം അയാളുടെ സിസ്റ്റത്തിനനുസരിച്ചുള്ള സപ്പോർട്ടിംഗ് സ്റ്റാഫും വരും എന്നുറപ്പാണ്. അപ്പം സപ്പോർട്ടിംഗ് സ്റ്റാഫ് വരുന്നുണ്ട്. പുതിയ പ്ലേയേഴ്സിന്റെ കാര്യത്തിലൊക്കെ തീരുമാനമായിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് പറയേണ്ട മറ്റൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഈ പുള്ളിക്ക് 2 വർഷത്തിൽ കൂടുതൽ കോൺട്രാക്ട് ബ്ലാസ്റ്റേഴ്സിലുണ്ടെന്നാണ് ആ പോഡ്കാസ്റ്റിനിടെ കൂടെ വന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനത്തിൽ വന്നത് 2 ഇയർ കോൺട്രാക്ട് ആണെങ്കിൽ പോലും ആൾ പോഡ്കാസ്റ്റ് പറയുന്നത് 2+1 ഡീൽ പോലെയാണ്. അപ്പം ബ്ലാസ്റ്റേഴ്സിൽ അദ്ദേഹം കാര്യമായ തയ്യാറെടുപ്പോട് കൂടി തന്നെയാണ് വരുന്നത്. കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോട്ടെ. കോച്ചിങ് സ്റ്റാഫ് മാറുന്നുണ്ട്, പ്ലേയേഴ്സിന്റെ കാര്യത്തിൽ തീരുമാനമാകുന്നുണ്ട്. സോ നന്നായിരിക്കും നമുക്ക് വിശ്വസിക്കാം.